അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ, വ്ളോഗിലുണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അനിയത്തിയുടെ മക്കളെ ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം നമ്മൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ കഹാനിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും പറയുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം. അതിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ലഞ്ചെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മൾ കവ വഴിയാണ് ഇന്ന് നമ്മൾ എന്താ പറയുക, ലുലുവിലോട്ടും കവയൊക്കെ കറങ്ങിയിട്ടാണ് ലുലുവിലോട്ട് പോണത്. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ കമൻറ്റ് ബോക്സ് ഓണാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിള്ളേർ ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓണാക്കാൻ പറ്റാറില്ല. അവർ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. കണ്ടില്ലേ, എന്താ ക്യൂട്ട്നെസ് വാരി വിതറുകയാണല്ലേ രണ്ടും കൂടെ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതും ഇടണതും. അതേപോലെ എല്ലാവർക്കും ഉമ്മ തന്നാ കേട്ടോ. കുട്ടികളുടെ വോയിസ് ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. കുട്ടികളെ കാണിച്ചാൽ തന്നെ കമന്റ് ബോക്സ് ഓഫ് ആവും കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ കമന്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇടുക. അങ്ങനെ ഞങ്ങളിതാ കവയിലോട്ട് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയിലാണ്. ഞങ്ങളും എല്ലാവരും ഹാപ്പിയിലാണ് കേട്ടോ. അയാൻകുട്ടി മാത്രമാണ്, റിഹാൻ ഉണ്ടായിരുന്നില്ല. അവനക്ക് ഫെൻസിങ്ങിൻ്റെ പ്രാക്ടീസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ പോയതാണ്. ഇനിയിപ്പോൾ ഇതാ നാളെ രാവിലെ അവനക്ക് പോകണം. തിരുവനന്തപുരം വെച്ചിട്ടാണ് അതിൻ്റെ എന്താ പറയുക എല്ലാ സംഭവങ്ങളും കേട്ടോ. അപ്പോൾ 3 ദിവസത്തെ ഇതാണ്. എനിക്കതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല. ഫെൻസിങ് അറിയാലോ അല്ലേ, ഒരു സ്പോർട്സാണ് കേട്ടോ. അപ്പോൾ അവന് ഇവിടെ പാലക്കാടല്ല, ആലത്തൂരോ അവിടെ എവിടെയോ ഇതിൻ്റെ കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് അവന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരത്തേക്ക് പോവാണ് കേട്ടോ. നാളെ രാവിലെ പോവും. അപ്പം എന്തായാലും ഞങ്ങൾ കാട് വഴി ഇങ്ങനെ പോകുമ്പോൾ അവള് ഇവിടെ ആന ഉണ്ടാവുമോ പുലി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, ആള് ഭയങ്കര പുലിയാണ് കേട്ടോ. അവളുടെ സ്കൂളിൽ നിന്നുണ്ടല്ലോ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മലമ്പാമ്പിനെ ഇങ്ങനെ തോളിൽ വെച്ചിട്ട് ആളിങ്ങനെ ഇരിക്കണ ഇരിപ്പ് കണ്ടപ്പോൾ പടച്ചോനെ ഇത്രയും ധൈര്യ, നമുക്കൊക്കെ അതിനെ പിടിക്കാന്ന് പറഞ്ഞാൽ തന്നെ അൺസഹിക്കബിൾ ആണ് അല്ലേ. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഈ പെണ്ണിന് ഇത്രയും ധൈര്യന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഭയങ്കര ധൈര്യശാലിയാ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആരിനെയും പേടിയൊന്നുമില്ല. ഞാൻ പോട്ടോ എന്ന് പറഞ്ഞാൽ പൊക്കോ എന്ന് തിരിച്ചു പറയുന്ന പിള്ളേരാണ് അല്ലേ. പണ്ടൊക്കെ അത് തന്നില്ലെങ്കിൽ ഞാൻ പോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വേഗം എടുത്ത് കൊടുക്കും അവർ പോവാതിരിക്കാൻ. ഇവർക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പോവുക വരി എന്തോ വെച്ച് ചെയ്തോ, ഞങ്ങളുടെ പാട്ടിന് എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ മീനിങ്ങനെ കൊലകൊലയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാലക്കാട് പോവല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ ഇതൊരു ഭയങ്കര മെഡിസിനാണ്, ഇത്ര ചീരയാണ്. പക്ഷെ എനിക്ക് പേടിയായിട്ട് ഞാൻ മേടിച്ചില്ല. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര പേടി തോന്നിയിട്ടാ, അപ്പോൾ മേടിച്ചില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ എന്നും പറഞ്ഞ് അവിടേക്ക് ഏകദേശം കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് എത്തണം. അപ്പോൾ ഞാൻ പോണ വഴിയിൽ കുറേ വീഡിയോസൊക്കെ എടുത്തു. എവിടെ റബ്ബറോ എന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു എവിടെ കുരിശുണ്ടോ അവിടെ റബ്ബർ ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. അതേപോലെ നമുക്ക് കുറേ കമന്റ്സ് ഉണ്ട്. ഹായ് ജിനി, സുഖാണോ? ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഡെയിലി ഉണ്ടാവും, അപ്പോൾ കാണണം. ഞാനും വീഡിയോ ഇട്ടിട്ടും കുറച്ച് ദിവസമായിരുന്നു, അതുകൊണ്ടായിരിക്കും കാണാതായത്. ഇന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്ന് നോക്കും ജിനി വന്നോന്ന്, ഇന്ന് കാണട്ടെ വീഡിയോന്ന്. ഓക്കെ, താങ്ക് യു. പിന്നെ ഹായ് ജിനി, എനിക്കും പറ്റാറുണ്ട് കയ്യിൽ നിന്ന്. ഇന്നലെ നമ്മൾ കുട്ടി രോമം ഉരുകിയതായിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ കുറെ ഫസ്റ്റ് ഉണ്ട്, സൂപ്പർ. അങ്ങനെ അപ്പൊ നമ്മൾ കവയിൽ നിന്ന് തിരിച്ചു വന്ന് നേരെ ഈ വഴി അങ്ങനെ റോഡിലോട്ട് കടക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. എപ്പൊ നോക്കിയാലും ഇവിടെ ഭയങ്കര ക്രൗഡാ. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. എപ്പൊ നോക്കിയാലും ഭയങ്കര ക്രൗഡാ. അതെന്താന്ന് അറിയില്ല, മലമ്പുഴ ഇത്രയും ഭയങ്കര ഒരു ഇത്. ഞങ്ങളും ഈ പറഞ്ഞ പോലെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുന്നൊരു സ്പോട്ടായിരുന്നു കേട്ടോ ഇവിടെ.
പിന്നെ നമ്മൾ നേരെ ലുലുവിലോട്ട് പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം കറങ്ങി കുട്ടികൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഇവിടുത്തെ ക്രൗഡ് പറയേണ്ട, അത്രയും ക്രൗഡ്. എന്താ പറയുക, ഒന്നാമത് ദീപാവലിയുടെ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ നമ്മൾ പോയത്. അങ്ങനെ കാറിൻ്റെ അവിടെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോയിട്ടോ. പിന്നെ അവളുടെ കൈ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല, കാരണം അവൾ എൻ്റെ അടുത്ത് വരൂല, വന്നില്ല. ഇക്കയാണ് കേട്ടോ അവളിൽ നിന്ന് ഫുള്ള് പിടിച്ചത്. പിടിക്കാണ്ടിരുന്ന അവൾ കൈവിട്ട് പോകുമെന്ന് തോന്നി. അപ്പോൾ ഒരു കയ്യിൽ അങ്ങോട്ട് മുറുക്കി പിടിച്ചിട്ടങ്ങ് നിന്ന്. എന്നിട്ടും പല ഭാഗത്തുനിന്നും കൈവിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഫിഷ് കണ്ടിട്ട് ഇങ്ങനെ ആക്രാന്തം മുത്തിരിക്കുകയാണ്, എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നൊക്കെ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, കാരണം ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് അത് ചത്തുപോയതാ. വെറുതെ എന്തിനാന്ന് പറഞ്ഞിട്ട് എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ ഫിഷൊക്കെ വാങ്ങിച്ചു കേട്ടോ, നെയ്മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവുക, അത്രേ ഉള്ളൂ കേട്ടോ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ സ്വീറ്റിൻ്റെ അവിടെ എത്തി. അവിടുന്ന് നമ്മളൊരു കേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡോണറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ പിസ്സ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്, പിസ്സ വരട്ടെ. പിള്ളേർക്ക് പിസ്സ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന. അവളുടെ മുടി കെട്ടിയതൊക്കെ അഴിഞ്ഞു, മുടി ചീവിയതൊക്കെ അതൊക്കെ ആകെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലുലുവിൽ പോയപ്പോൾ ഒരുപാട് പേര് നമ്മളെ കണ്ട് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വിചാരിച്ചു എന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയല്ല, മനസ്സിലായി. സൗണ്ട് മാറിയിട്ടുണ്ട്, ശരിയായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ ആരുടെയും സൗണ്ട് പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ സൗണ്ട് മാറി, അങ്ങനെ തന്നെയാ. പനി മാറിയാലും സൗണ്ട് മാറിയത് ശരിയാവില്ല കേട്ടോ. പിന്നെ പിസ്തയുടെ ഒരു ഹണി കേക്കാണ് വാങ്ങിച്ചിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചിട്ട് അവൾക്കും കൊടുത്തു. അവൾ പിന്നെ അത് ഫിനിഷ് ആക്കി കേട്ടോ. പിന്നെ പിസ്സ നമ്മൾ തന്തൂരി പിസ്സ വാങ്ങിച്ചു, പിന്നെ ബട്ടർ ചിക്കൻ്റെ പിസ്സയും വാങ്ങിച്ചിരുന്നു. രണ്ടും വെറൈറ്റി ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. ഭയങ്കര ഹാപ്പിയാണ്. പിസ്സ എന്ന് പറഞ്ഞാൽ ഒക്കെ ഇനും ഭയങ്കര ജീവനാ. എനിക്ക് ഭയങ്കര ക്രേസ് ഒന്നുമില്ല. എനിക്ക് KFC ബ്രോസ്റ്റ് അതിൻ്റെ അത്ര ക്രേസ് ഒന്നും ഇല്ല കേട്ടോ പിസ്സയോട്. പിന്നെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആമി ചോക്ലേറ്റ് ഐസ്ക്രീം, അവള് സ്ട്രോബെറി. എവിടെ പോയാലും സ്ട്രോബെറി 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 ഇത് തന്നെ. അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി റെഡ് വെൽവെറ്റ് എടുത്തു. അവസാനം എല്ലാവരും എൻ്റെ റെഡ് വെൽവെറ്റിലായിരുന്നു എന്താ പറയുക അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് സംഭവം. പിന്നെ എപ്പോഴത്തെ മറ്റേ വെറ്റിലയുടെ ഐസ്ക്രീം, അയാൻ എന്തോ ഒരു ബിസ്ക്കറ്റും ചോക്ലേറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഐസ്ക്രീം ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ ആരുടെയും. പിന്നെ വീട്ടിലേക്ക് ഒരു പിസ്സ പാർസലാക്കി ഞങ്ങൾ നേരെ ലിഫ്റ്റിൻ്റെ അങ്ങോട്ട് കയറി. ഇനി അവർ കഴിച്ചു കഴിഞ്ഞിട്ടില്ല, പക്ഷെ അവരുടെ കഴിക്കൽ കഴിയണ വരെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് രാത്രിയാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് തങ്കുമ്മാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ പിള്ളേർ കാറിൽ ആക്കി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. തങ്കുമ്മാൻ്റെ വീട്ടിൽ പോയി കുറേ നേരം അവിടെ വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ കുറേ സംസാരിച്ച് ഒരു ഫിഷ് ഫ്രൈ ഇന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. തൈര് ലെമണും എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കസൂരി മേത്തിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 സ്പൂണോളം നമ്മുടെ കോക്കനട്ട് പൗഡർ ഇല്ലേ തേങ്ങാപ്പാലിൻ്റെ, അതും അല്ലെങ്കിൽ തേങ്ങാപ്പാലായിട്ട് എടുത്താലും മതി. പിന്നെ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മസാല തന്നെയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കേണ്ട ഒരു ടൈപ്പ് മസാലയാണ്. പക്ഷെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രില്ല് ചെയ്തെടുക്കണേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്യണം. കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ അധികം, കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണല്ലോ ഇതിന്റെ മസാല റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഇടക്കിടക്ക് നമ്മളുടെ ബാക്കി വന്ന മസാല ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ തേച്ചും കൊടുക്കും വേണം കേട്ടോ. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കില്ലേ. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ കഹാനിയുടെ കുറച്ച് കളക്ഷൻ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കഹാനിയുടെ വെസ്റ്റേൺ കളക്ഷനാണ് കേട്ടോ.
795 മുതൽ 1400 രൂപ വരെ എന്താ പറയുക റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വെസ്റ്റേൺ ഡ്രസ്സസ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കഹാനിയുടെ പേജിലൊന്ന് DM ചെയ്യുക. ഇതിൽ കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ അതിലൊന്ന് DM ചെയ്താലും മതിയാവും കേട്ടോ. എന്താ പറയുക 13 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന 10, 21, 22 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തായാലും യൂസ് ആക്കാൻ പറ്റുന്ന വെസ്റ്റേൺ കളക്ഷനാണ് ഇതെല്ലാം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നെപ്പോലെ കുറച്ച് തടിച്ചവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ഇത്. പാകിസ്ഥാനി ടൈപ്പാണ്. അത്യാവശ്യം പ്രിന്റ് വർക്കും അതിൽ തന്നെ ചെറിയ സ്റ്റോണ് സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട്. സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അല്ല ഇനി ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോകാനൊക്കെ ഫ്രീ ആയിട്ട് കിടക്കും. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. പാൻ്റ് ആണെങ്കിലും നല്ല ലൂസിൽ പലാസോ പോലെ പലാസോ ഒരു സെമി പലാസോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഷോളിലൊക്കെ നല്ല പ്രിൻ്റായിട്ട് നല്ല ഭംഗിയുള്ള, നമുക്ക് വാഷ് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, ഷിഫോണാണ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സും പ്രിൻറ്റും ഒക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കഹാനിയുടെ പേജിലോട്ട് അയക്കുക. അതേപോലെ തന്നെ കുറച്ച് പാർട്ടി വെയറും കൂടെ കാണിക്കാം. പാകിസ്ഥാനി ടൈപ്പാണിത്. അത്യാവശ്യം ഹെവി വർക്കുള്ള സംഭവമാണ്. കല്യാണത്തിനും പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഇതല്ല കേട്ടോ, സ്റ്റോണും ത്രെഡ് വർക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. വൈറ്റിലാണ് വരുന്നത്. ഇതിലൊക്കെ നല്ല വർക്ക് ഉണ്ട്. ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എലഗന്റ് ലുക്ക് തന്നെയാണ് കേട്ടോ. ഇത് എന്താ പറയുക, പാകിസ്ഥാനി മോഡലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അത്യാവശ്യം ഹെവി വർക്കൊക്കെ ഇഷ്ടാവുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഡ്രസ്സാണ്, സൽവാറാണ്. അപ്പം എന്തായാലും ഈ എന്താ പറയാന്ന് എന്നെ വിട്ടിട്ട് പോവില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇത് രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കഹാനിയിൽ. ബാക്കിലൊന്നും ശ്രദ്ധിക്കേണ്ട, കുറേ കസ്റ്റമർ ഉണ്ടായിരുന്നു, വലിച്ചു വാരി ഇട്ടേക്കുവാണ്. ഇപ്പൊ കംപ്ലീറ്റ് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒരു ബ്ലാക്കിലുണ്ടായിരുന്നു, അത് സെയിലായിട്ടുണ്ട്. പിന്നെ ഇതൊരു പർപ്പിൾ കളറാണ് കേട്ടോ, അതും നല്ലൊരു മെറ്റീരിയലാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, സ്ക്രീൻഷോട്ട് എടുക്കുക, കഹാനിയുടെ പേജിലോട്ട് അയക്കുക, അല്ലെങ്കിൽ എൻ്റെ പേജിലോട്ട് അയച്ചാലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി പുതിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാം. അതേപോലെ കഹാനിയുടെ യൂട്യൂബ് ചാനലിലും നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. പിന്നെ ഇത്രയും വീഡിയോ ഇട്ടിട്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈയും കൂടെ നോക്കാം അല്ലേ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു തന്നെയാണ്, വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമുക്ക് കമൻറ്റുകൾ ഫുള്ള് വായിക്കാൻ പറ്റിയില്ല അല്ലേ, ഇനിയുണ്ട് കുറേ കമൻറ്റ്. പിന്നെന്താണ്, ഗ്രൈൻഡറിൽ തേങ്ങ ചിരവുന്നത് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല കേട്ടോ, സൗണ്ട് ശരിയായില്ല. കഹാനിയുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതെവിടെ ചോദിക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു ഇത്തേ കാണാനില്ലല്ലോ എന്ന്. ഇത്ത എവിടെയൊക്കെ തന്നെയുണ്ട്. പനി കുറവുണ്ട്, പനിയൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ പനി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് മാറും. സൗണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറേ ആവും അത് നേരാവാൻ. അതൊരു പ്രശ്നം തന്നെയാണ് എനിക്ക് കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, അതേപോലെ സൂപ്പർ വീഡിയോ എവിടെയായിരുന്നു, പനിയാണോ, മിസ് ചെയ്തു, അവിടെ മഴയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മഴയൊന്നുമില്ല. ഒരുപാട് പേര് ഹാർട്ടും സൂപ്പറും ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മോരുകറി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അതിൻ്റെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എന്താണ്, എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ലൈവിൽ ഇടയ്ക്ക് ഞാൻ ലൈവ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന ടൈം 2 to 2:30 അതിൻ്റെയൊക്കെ ഇടയിലാണ്. എന്തായാലും നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ലൈവിൽ കയറുക കേട്ടോ. പിന്നെ നമ്മുടെ വലിയ ജീരകം ചെറിയ ജീരകം ഇതിൻ്റെ കമൻറ്റ് ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ വലിയ ജീരകം യൂസ് ചെയ്യണവർ അങ്ങനെ യൂസ് ചെയ്യട്ടെ, ചെറിയ ജീരകം യൂസ് ചെയ്യണവർ അങ്ങനെ യൂസ് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ വ്ളോഗ് ഇവിടെ എന്താ പറയുക കഴിയാനായിട്ടുണ്ട്. പിന്നെ ഞാൻ ഡെയിലി കമൻറ്റ് ഇടാറുണ്ട്. ഇപ്പോൾ വേറെ ഫോണിലാണ്. പഴയ ID പ്രമോദ്, എനിക്കത് ഓർമ്മ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അശ്വനി എന്നാക്കിയിട്ടുണ്ട് അല്ലേ.
ഓക്കെ, അപ്പോൾ ഇനി പെട്ടെന്ന് എനിക്ക് ആളെ പിടികിട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്കും എല്ലാ കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ അതിൽ അറിയിക്കുക. ഓൺ അല്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ അറിയിച്ചാലും മതി. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.